ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ്. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ ഞാനൊരു പാൻ കേക്കിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ആ റെസിപ്പി ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഈ ശ്രീരാമ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതുപോലുള്ള പുതിയ ഐറ്റംസൊക്കെ ഞാൻ പരീക്ഷിക്കാൻ തുടങ്ങിയത് കേട്ടോ. അതിന് മുമ്പ് ഞാൻ കണ്ട് കേട്ട് വളർന്നിട്ടുള്ള റെസിപ്പീസാണ് കൂടുതലും വീട്ടിൽ കുക്ക് ചെയ്യാറുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഗോതമ്പ്, മുട്ട, പാല്, പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ, ബേക്കിംഗ് പൗഡർ, പിന്നെ വെനില എസൻസ്, ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് ഷുഗറാണ്. ഞാൻ ശ്രീരാമന് പക്ഷേ വൈറ്റ് ഷുഗർ കൊടുക്കാറില്ല കേട്ടോ. പനങ്കൽക്കണ്ട് പൊടിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ശർക്കര പൊടിച്ചതൊക്കെയാണ് കൊടുക്കാറുള്ളൂ. പക്ഷേ ശർക്കരയും തീർന്നു, പനങ്കൽക്കണ്ടും തീർന്നു. പനങ്കൽക്കണ്ട് തീർന്ന് കുറച്ച് ദിവസമായി, ശർക്കര എപ്പോഴാണ് തീർന്നത് കേട്ടോ. അപ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വേണം മേടിക്കാനായിട്ട്. പിന്നെ അവിടം വരെ പോയി മേടിക്കേണ്ടതെന്ന് കരുതിയിട്ട് അങ്ങനെ ഡിലേ ആയതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള വൈറ്റ് ഷുഗർ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കൊച്ചുങ്ങൾക്കൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പൊതുവേ എന്താ പറയുക, ഈ പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കര പൊടിച്ചതൊക്കെ ഉപയോഗിച്ച് നോക്കൂ. അപ്പം 3 മുട്ട, പിന്നെ ഞാൻ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആദ്യം ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് വെനില എസൻസ്, അപ്പോൾ ഈ മുട്ടയുടെ ഒന്നും സ്മെല്ലുണ്ടായിരിക്കില്ല, വെനില എസൻസും പിന്നെ പാലും കൂടി ചേർത്ത്, പാല് ഞാനൊരു 1/2 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം 3 തവണകളായിട്ടാണ് ഞാൻ ഈ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല പോലെ അങ്ങ് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കേക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടോ. 1-2 തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് വരും. ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയത്. ഫസ്റ്റ് ഒഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് കരിഞ്ഞിട്ടാണ് കിട്ടിയത്. പക്ഷേ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ അതിനുശേഷം 2-3 തവണ ഒഴിച്ചപ്പോൾ കറക്റ്റ് ഒരു ഗോൾഡൻ ബ്രൗണിൽ കിട്ടി. ഇന്ന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. നല്ല സ്മെല്ലാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുക, ഈസി ആയിട്ട് ഉണ്ടാക്കുക. അതിൻ്റെ പ്രപ്പോർഷൻസൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. 3 തവണയായിട്ട് നമ്മൾ പൊടി അപ്ലൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ കട്ടിയില്ലാതെ എടുത്താൽ മതി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ആദ്യം ചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ തേനോ സിനമൺ സിറപ്പോ ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാനിതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ, അധികം ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിതിൽ മൈദയല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഗോതമ്പ് പൊടിയാണ്, വീറ്റ് ഫ്ലോർ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ.